ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന 2 വിഭവങ്ങളാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക്, ഉഴുന്ന്, കറിവേപ്പില ഇത്രയിട്ട് അത് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന തുമരപ്പരിപ്പ് നന്നായിട്ട് കഴുകി അതും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ്. കുറച്ച് നേരം വേവുന്ന വരെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്തു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ കൊടപ്പൻ അല്ലെങ്കിൽ കൂമ്പാണ്, അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. പരിപ്പ് ഇത്രയും വേവണമെന്നില്ല, വെന്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് തളിച്ചെടുക്കാവൂ. അതിലേക്ക് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടണം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലായിടത്തും നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇളക്കണം. ഇനിയൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും ചുമന്ന മുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ നമ്മുടെ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ 2-3 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിടുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഉള്ളി. രണ്ട് 3 വിസിൽ കേട്ടു. തുറന്ന് നോക്കുകയാണ്. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഗ്യാസിൽ വെച്ചു. അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു പുളിയൊക്കെ ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പുളി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളൊരു അരപ്പ് ചേർക്കണം. അതിനായിട്ട് തേങ്ങ വറുത്തത്, തേങ്ങയും മല്ലിയും ചുമന്ന മുളകും കൂടെ നന്നായിട്ട് വറുത്ത് അരയ്ക്കണം. വറക്കുന്നതോ അരയ്ക്കുന്നതോ ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ വറുത്തരച്ച് ആ കൂട്ട്. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. വീണ്ടും ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിലേക്ക് കടുകും കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടെ വറുത്തിടുക. ജീരകം മെയിനല്ല, എന്നാലും അതിട്ട ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു.